ഇടുക്കവും അത് ഞെരുക്കവും ഉള്ളതാണ്. അതിലൂടെ കടക്കുന്നവർ ചുരുക്കമാണ് എന്ന് സ്വത്രം യേശു കർത്താവ് പറയുവാനിടയായി. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഈ ദൈവരാജ്യത്തിൽ കടക്കണമോ അനേക ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടിയിരിക്കുന്നു. സ്തോത്രം. എങ്കിൽ മാത്രമേ കടക്കുവാൻ എല്ലാവർക്കും വേണ്ടുന്ന വിശാലതയുള്ള വഴിയാണ്. വിശാലതയ്ക്ക് വേണ്ടി അവർ എന്തും ചെയ്യുവാൻ തയ്യാറാണ്. എന്നാൽ ദൈവജനമേ, ഞാൻ ഒന്ന് പറയട്ടെ, സ്തോത്രം, തിരുവചനം വിശാലതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഒരു കാര്യം പറയാം, പല കഷ്ടങ്ങളിൽ കൂടി പല പ്രയാസത്തിൽ കൂടി സ്തോത്രം ദൈവജനത്തെ അവന്റെ സന്നിധിയിൽ എത്തിക്കും. സ്തോത്രം. നമുക്കറിയാം, ദാവീദ് രാജാവാകുവാൻ 17-ാമത്തെ വയസ്സിൽ അവനെ രാജാവായി അഭിഷേകം ചെയ്തുവെങ്കിലും സ്തോത്രം അനേക കഷ്ടങ്ങളിൽ കൂടിയാണ് അവൻ സിംഹാസനത്തിൽ എത്തിയത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തില് സ്തോത്രം അനേക കഷ്ടങ്ങൾ കടന്നു വരുമ്പോ, ഒന്നിനു പുറകെ ഒന്നായി ചില സമയത്ത് കടന്നു വരുമ്പോ ഒരു കാര്യം ചിന്തിച്ചു കൊള്ളണം. സ്തോത്രം. ഈ കഷ്ടം എന്നെ കൊണ്ട് പോവുകയില്ല. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്, ഞാൻ ലോകത്തെ ജയിച്ചവന്റെ കൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ കഷ്ടങ്ങൾ എനിക്ക് സാരമില്ല എന്ന് പറഞ്ഞ് വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മളെ ദൈവം സഹായിക്കും എന്നുള്ളതാണ് പൗലോസ് പ്രബോധിപ്പിക്കുന്നത്. വീണ്ടും അതിന്റെ 27-28 വാക്യങ്ങൾ. അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടി ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരോടുകൂടെ കുറെ കാലം അവിടെ പാർത്തു. ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ ദൈവം തുറന്നു കൊടുത്തു. ഇന്ന് വിശ്വാസത്തിന്റെ വാതിൽ എല്ലാവർക്കും തുറന്നു കിട്ടണം. അതിനെന്ത് ചെയ്യണം? നാം വിശ്വാസത്താൽ ഇറങ്ങിത്തിരിക്കണം. വിശ്വാസത്താൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം വാതിൽ തുറന്നു തരികയാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും പോയപ്പോൾ ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ ശുശ്രൂഷിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഒരു ദിവസം പോലും, ചില സമയങ്ങളിൽ ഒരു ദിവസം തന്നെ 2-3 ശുശ്രൂഷകൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവൻ വിശ്വാസത്തിന്റെ വാതിൽ ജാതികൾക്ക് തുറന്നു കൊടുത്തു. അത്ഭുതങ്ങൾ കാണുവാനിടയായി, അടയാളങ്ങൾ കാണുവാനിടയായി, ദൈവജനങ്ങൾ വിടുവിക്കപ്പെടുന്നത് കാണുവാനിടയായി, കേട്ടവർക്ക് വീണ്ടും കേൾക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവാനിടയായി. ഈ പ്രാവശ്യം ഞാൻ കടന്നു വരുമ്പോ നമ്മുടെ ഈ പ്രേരണ ശുശ്രൂഷിക്കുന്ന രാജമ്രതന്റെ ജ്യേഷ്ഠൻ ശുശ്രൂഷിക്കുന്നത് തിരുവനന്തപുരത്താണ്. അദ്ദേഹം ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസ് കൂട്ടി വരുത്തി. ഏകദേശം 100 പേരിലധികം പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ സംസാരിച്ചപ്പോ ഏകദേശം 2.5-3 മണിക്കൂർ സമയം സംസാരിക്കുവാനിടയായി. വീണ്ടും സംസാരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ടയർഡായി പോയി. സ്തോത്രം. ഞാൻ പറഞ്ഞു, സ്തോത്രം, ഇനിയും പറ്റുകയില്ല, ഇനിയും വേറൊരു ദിവസമാകട്ടെ, ഇനി വേറൊരു അവസരത്തിലാകട്ടെ എന്ന് പറഞ്ഞ് നിർത്തുവാനിടയായി. കാരണം എന്താണ്? ദൈവം അവർക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു. എന്റെ ശക്തി കൊണ്ടോ എന്റെ കഴിവ് കൊണ്ടോ വേറൊരു പ്രസംഗിക്കുന്നവന്റെ കഴിവ് കൊണ്ടോ പഠിപ്പിക്കുന്നവന്റെ കഴിവ് കൊണ്ടുമല്ല, ദൈവം വിശ്വാസത്തിന്റെ വാതിൽ തുറന്ന് എനിക്ക് നിനക്കും വേണ്ടി തന്നാൽ അതിലൂടെ കയറി പ്രവർത്തിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അതിനായി നമുക്ക് ഒരുങ്ങാം. എങ്ങനെയാണ് വിശ്വാസത്തിന്റെ വാതിൽ തുറക്കുന്നത്? പൗലോസ് പോയപ്പോൾ പൗലോസിന് വേണ്ടി വിശ്വാസത്തിന്റെ വാതിൽ ദൈവം തുറന്നു കൊടുത്തു. അങ്ങനെയെങ്കിൽ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു തരും. അങ്ങനെ തുറന്നു തരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്തത് വിശ്വാസത്താലുള്ള ശുദ്ധീകരണം. 15-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു. സ്തോത്രം. അതിന്റെ 9-ാമത്തെ വാക്യം 8-9. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. എങ്ങനെയാണ് ശുദ്ധീകരണം? വിശ്വാസത്താലുള്ള ശുദ്ധീകരണമല്ല മനുഷ്യൻ ആവശ്യം. പുറമേ ഉള്ളതാണ് മനുഷ്യൻ നോക്കുന്നത്. നമുക്ക് കടന്നു വരാം. ഇവിടെ വായിക്കുന്നു, നമുക്കും അവർക്കും വിശ്വാസത്താൽ ദൈവമാണ് ശുദ്ധീകരിക്കുന്നത്. മനുഷ്യന്റെ പ്രവൃത്തിയല്ല, മനുഷ്യന്റെ സമ്പ്രദായങ്ങളല്ല ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നത്. വിശ്വാസത്താൽ നാം
വായിക്കുന്നു, യഹൂദന്മാർ ചിലർ വന്ന് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. ഇപ്പൊ എന്താണ്? വിശ്വാസത്താൽ നീതീകരണം അബ്രഹാം പ്രാപിച്ചു. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആകും എന്ന് അബ്രഹാമിനോട് പറഞ്ഞപ്പോ അബ്രഹാം അത് വിശ്വസിച്ചു. ദൈവം അത് നീതിയായി കണക്കിട്ടു. പരിച്ഛേദന കൊണ്ടല്ല അബ്രഹാം നീതീകരണം പ്രാപിച്ചത്. പരിച്ഛേദന 17-ാമത്തെ അധ്യായത്തിലാണ് കടന്നു വരുന്നത്. മോശയല്ല പരിച്ഛേദന ഏൽപ്പിച്ചു കൊടുത്തത്, ദൈവം അബ്രഹാമിൽ കൂടിയായിരുന്നു. സ്തോത്രം. ഇവിടെ യഹൂദന്മാർ പറയാണ്, മോശ പറഞ്ഞ ആ പരിച്ഛേദന നീ എന്താ ഏൽക്കാത്തത്? മോശ കൽപ്പിച്ച ആചാരം എന്ന് പറഞ്ഞാൽ ഇന്നും ആചാരങ്ങള് പ്രമാണങ്ങളും കൊണ്ട് സ്തോത്രം മനുഷ്യനെ ശുദ്ധീകരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. എന്നാൽ ദൈവജനമേ, ഞാൻ സ്തോത്രം ദൈവാത്മാവിൽ നിങ്ങളോട് പറയട്ടെ, വിശ്വാസത്താൽ നാം ശുദ്ധീകരണം പ്രാപിക്കണം. അവിടെ വലിയൊരു വാക്കുതർക്കമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ 15-ാം അധ്യായം വായിച്ചു നോക്കണം. 15-ാം അധ്യായത്തിൽ വീണ്ടും താഴോട്ട് വായിക്കുന്നു, പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരും മറ്റു ചിലരും ഈ തർക്കത്തെ പറ്റി യെരൂശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. ഇതിന്റെ പരിശോധന കഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോകണം. സ്തോത്രം. നമുക്ക് സമ്പ്രദായങ്ങളാണോ നമ്മളെ ശുദ്ധീകരിക്കുന്നത്? അതാണോ അതോ സമ്പ്രദായങ്ങളോ നമ്മുടെ ആചാരങ്ങളോ നമ്മുടെ മര്യാദകളോ നമ്മുടെ പിതാക്കന്മാർ കൊണ്ടുവന്ന് വെച്ചതായ ആചാരങ്ങളാണോ നമ്മളെ ശുദ്ധീകരിക്കുന്നത്? ഒരിക്കലുമല്ല. അത് പരിശോധന കഴിക്കണമോ? നാം യെരൂശലേമിൽ പോകണം. യെരൂശലേമിൽ ആരുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്തോത്രം, യെരൂശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണം. അപ്പോസ്തലന്മാരും മൂപ്പന്മാരും ആരെടുക്കൽ പോകണം? യെരൂശലേമിൽ പോകണം. യെരൂശലേമിന്റെ എന്താണ്? അവിടെ സമാധാനമാണുള്ളത്. അവിടെ പോയി അപ്പോസ്തലന്മാരുടെ അടുക്കലും മൂപ്പന്മാരുടെ അടുക്കലും നാം ചെന്നാൽ നമുക്ക് ഈ നമ്മുടെ ചോദ്യത്തിന് മറുപടി കിട്ടും. അതെവിടെയാണ്? അത് വിശുദ്ധ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരണം. വിശുദ്ധ വചനത്തിലേക്ക് നാം കടന്നു വന്ന് എന്താണ് സത്യം? അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വാസ്തവമായി എന്ന വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആചാര മര്യാദകളല്ല ദൈവജനമേ പുറമെ കാണിക്കുന്നതല്ല നമ്മളെ ശുദ്ധീകരണം ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ള ശുദ്ധീകരണം പ്രാപിക്കണം. അത് എങ്ങനെ സാധിക്കും? അത് വിശ്വാസത്താൽ സാധിക്കും. എന്നാൽ പരീക്ഷപക്ഷത്തിൽ നിന്നും വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. ഇന്നും ലോകത്തിൽ സ്വന്തം പെന്തക്കോസ്ത് കോളത്തിൽ തന്നെ അനേക പരീക്ഷന്മാരുണ്ട്. എല്ലാ സാമുദായിക ബന്ധനത്തില് എല്ലാ പരീക്ഷന്മാരും സാധുക്യരെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പരീക്ഷന്മാരും സാധുക്യരെയും കൊണ്ടല്ല വേണ്ടത്, ദൈവത്തിന് വേണ്ടത് വിശ്വാസത്തിന്റെ പ്രമാണമനുസരിച്ച് ദൈവ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന യാതൊന്നും ആവശ്യമില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ 1 Timothy 1-ാമത്തെ അധ്യായത്തിനകത്ത് 3-ാമത്തെ വാക്യം, അന്യത ഉപദേശിക്കുന്നതെന്നും വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്ക് അല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളും അന്തമില്ലാത്ത വംശാവലിയും ശ്രദ്ധിക്കരുതെന്നും. ഇതാണ് ഇന്ന് ലോകത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരാജയം കൊണ്ടുവരുന്നത്. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഉന്നതമായ നിലവാരം പറ്റണമോ? സ്വന്തം വിശ്വാസത്താൽ നാം ശുദ്ധീകരണം പ്രാപിക്കണം. ഇത് 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പ്രസ്താവിച്ചത്. വിശ്വാസത്താലുള്ള ശുദ്ധീകരണം. 2, വിശ്വാസത്തിന്റെ വാതിൽ ദൈവം എങ്ങനെ അപ്പോസ്തലനായ പൗലോസിന് തുറന്നു കൊടുത്തു. ലോകത്തെ ജയിക്കുന്ന വിശ്വാസം. യേശു കർത്താവ് പറഞ്ഞു, ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു. ഞാൻ നീയും പിന്തുടരുന്നത് ലോകത്തെ ജയിച്ചവന്റെ കൂടെയാണ്. ജയാളിയായ ഒരുവനെയാണ് ഞാനും നിങ്ങളും പിന്തുടരുന്നത്. സ്വന്തം ഒരു തോറ്റവന്റെ പുറകെയല്ല ഞാനും നിങ്ങളും പോകുന്നത്. അവൻ സകലത്തെയും ജയിച്ചവനാണ്. ജയിച്ചവന്റെ പുറകെ പോകുമ്പോൾ നിനക്കും വിജയമുണ്ട് എന്നുള്ളതിന് സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. പറയണം, നിന്നോട് തന്നെ നീ പറയണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്,
ഞാൻ പോകുന്നത് ജയിച്ചവന്റെ പിന്നാലെയാണ്. അതുകൊണ്ട് എനിക്കും വിജയമുണ്ട്. സ്തോത്രം. മാത്രമല്ല, ലോകത്തെ ജയിച്ച വിശ്വാസം നിങ്ങളെ അപ്പോൾ ഭരിക്കുവാൻ തുടങ്ങും. ലോകത്തെ ജയിച്ച വിശ്വാസം നിങ്ങളെ ഭരിച്ചാൽ നാം ലോകത്തിൽ നിന്ന് ജയിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ നാം ഇറങ്ങി പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ വിശ്വാസത്തിന്റെ വാതിൽ തന്നെത്താൻ തുറന്നു വരുവാൻ തുടങ്ങും. ദൈവം അപ്പോസ്തലനായ പൗലോസിനും ബർന്നബാസിനും വാതിൽ തുറന്നുവെങ്കിൽ എനിക്കും നിനക്കും വേണ്ടി വാതിൽ തുറന്നു തരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ന്യായപ്രമാണം കൊണ്ട് നാം രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താൽ. അത് ദൈവകൃപയാലാണ്. വിശ്വാസത്താലാണ് നമുക്ക് ശുദ്ധീകരണമുള്ളത്. പാപിയായിരുന്ന കൊടുമ്പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് വിശ്വാസത്താലാണ്. എന്റെ പ്രവൃത്തി കൊണ്ടോ എന്റെ സ്വത്രം ന്യായപ്രമാണത്തിന്റെ ശുദ്ധീകരണം കൊണ്ടോ അല്ല. സ്വത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം. വിശ്വാസത്താൽ ഇതുവരെയും ശുദ്ധീകരണം പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊരു ആഹ്വാനം ചെയ്യുകയാണ്. സ്വത്രം. ഈ ശുദ്ധീകരണത്തിലേക്ക് കടന്നു വരിക. ഇതുവരെയും ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ലാത്തവര് എന്നോട് പോയി പ്രാർത്ഥന പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ എനിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. നിന്റെ പുത്രനായ ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുന്നവൻ സ്തോത്രം രക്ഷിക്കപ്പെടുമെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഞാനത് വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ ഏകജാതനായി ഈ ലോകത്തിലേക്ക് നീ അയച്ചുവെന്നു. അവൻ മരിച്ചു മടക്കപ്പെട്ടു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നുവെന്നും എൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ച് എൻ്റെ വായ് കൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു. ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. അതിന് ഞാൻ വിശ്വസിക്കുന്നു. പിതാവേ, നീ എനിക്ക് രക്ഷ തന്നിരിക്കൊണ്ട് സ്തോത്രം. എൻ്റെ ഹൃദയത്തിൽ നിന്റെ ആത്മാവിനെ അയക്കണം. പ്രാർത്ഥന കേട്ടിരിക്കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. അങ്ങനെ പ്രാർത്ഥിച്ചവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ദൈവസഭയിൽ ദൈവവചനം ഘോഷിക്കുന്ന സഭയിൽ ചെന്ന് ദൈവവചനം കേട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് ആരാധിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.